LDF സർക്കാർ വഖഫ് ബോർഡ് രൂപീകരണം മനഃപൂർവ്വം വൈകിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. 2014 UDF ഭരണകാലത്ത് വഖഫ് ബോർഡിന്റെ കാലാവധി അവസാനിച്ച 1 വർഷം കഴിഞ്ഞാണ് പുതിയ ബോർഡ് രൂപീകരിച്ചത്. കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് IAS ഉദ്യോഗസ്ഥനെ 1 വർഷക്കാലം അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ സർക്കാർ വിജ്ഞാപനങ്ങളുടെയും ഉത്തരവിന്റെയും പകർപ്പ് പുറത്തുവന്നതോടെ LDF സർക്കാരിനെതിരെ തെറ്റിദ്ധാരണ പരത്താനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം പാളുകയാണ്. അപ്പോൾ 14/12/24 കാലാവധി കഴിഞ്ഞിട്ട് പുനഃസംഘടിപ്പിക്കാതെ 4/2/26 പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് ഈ ഭേദഗതിയുടെ പ്രശ്നം വന്നത്. മനസ്സിലായ? എല്ലാ അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാനായിട്ടാണ് പുതിയ ബോർഡ് രൂപീകരണം വൈകിപ്പിച്ചത്. ഇതായിരുന്നു മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ എന്താണ് യഥാർത്ഥ വസ്തുത? പരിശോധിക്കാം. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണകാലത്ത് 2014 പുറത്തിറങ്ങിയ വിജ്ഞാപനമാണിത്. പുതിയ വഖഫ് ബോർഡ് രൂപീകരിച്ചുള്ള ഈ വിജ്ഞാപനത്തിലെ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് മുൻ ബോർഡിൻ്റെ കാലാവധി 2013 ഒക്ടോബറിൽ അവസാനിച്ചുവെന്നാണ്. അതായത് പുതിയ ബോർഡ് രൂപീകരിക്കാൻ 1 വർഷത്തെ കാലതാമസമുണ്ടായെന്ന് ചുരുക്കം. ഇതിനിടയിൽ IAS ഉദ്യോഗസ്ഥനായിരുന്ന TO സൂരജിനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ച സർക്കാർ ഉത്തരവാണിത്. ഇപ്പോൾ വഖഫ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും ലീഗ് നേതാവുമായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ അന്നത്തെ വഖഫ് ബോർഡിൽ അംഗമായിരുന്നുവെന്നതും വിജ്ഞാപനത്തിൽ വ്യക്തമാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്കും വഖഫ് മന്ത്രിക്കുമെല്ലാം ഇക്കാര്യം ബോധ്യമുണ്ടായിട്ടും LDF സർക്കാരിനെതിരെ ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തലായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തം. വഖഫ് ബോർഡിൻ്റെ കാലാവധി അവസാനിക്കുമ്പോഴെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകാൻ സമയമെടുക്കുമെന്നതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കേണ്ടി വരാറുണ്ടെന്നതാണ് വസ്തുത. എന്നാൽ 2024 ഹൈക്കോടതിയിൽ കേസ് വന്നതിനെ തുടർന്ന് ബോർഡിന് 1 വർഷം കാലാവധി നീട്ടി നൽകി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ പുതിയ നിയമവും പ്രാബല്യത്തിൽ വന്നു. അതനുസരിച്ച് ഉടൻ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാർ 2 ഒഴിവുകളിട്ട് ബോർഡ് രൂപീകരിക്കുകയും ആ ഉത്തരവ് അംഗീകരിച്ച് കോടതി കേസ് അവസാനിപ്പിക്കുകയും ചെയ്തത്. വഖഫ് ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ചെല്ലാം നല്ല ധാരണയുണ്ടായിട്ടും LDF സർക്കാരിനെതിരെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്ന് വ്യക്തം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആ നീക്കങ്ങളെല്ലാം ഇപ്പോൾ പുറത്തുവന്ന രേഖകളിലൂടെ പൊളിയുകയാണ്. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്, കൈരളി ന്യൂസ്.